അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫുട്ടേജ്. അങ്ങനെ കല്യാണിയുടെ വിശദീകരണ വീഡിയോക്ക് പിന്നാലെ കല്യാണി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കല്യാണി ചികിത്സയ്ക്ക് പോയി ക്ലിനിക്കിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ നിലോഫർ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത് ഇവിടെ കൂടെ ഒന്നും അവസാനിക്കാൻ പോണില്ല എന്നുള്ളത്. ഇത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും ക്ലിനിക്കിലെ ചില CCTV ഫുട്ടേജ് അടക്കം പുറത്തു വിട്ടിട്ടാണ് ഡോക്ടർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ബിയോണ്ട് സീൻസ് ബൈ അക്കൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുമായി തന്റെ വോയിസ് പുറത്തു വിട്ടാണ് ഡോക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾ എന്തായാലും അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു മിനി എക്സ്പ്ലനേഷൻ തരാം. എന്നാൽ മാത്രം ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സംഭവം മറ്റൊന്നുമല്ല, ബൈ വൈ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ. ഇവരെ പലർക്കും അറിയുന്നുണ്ടാകും. പണ്ട് കാലങ്ങളിലൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് കിച്ചൺ വ്ളോഗും ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഒക്കെയാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇവർക്ക് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ആയപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറെ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓരോ ദിവസവും ഇവർ ഓരോ പ്രോഡക്റ്റ് ആയിട്ട് വരും. ഇത് തേച്ചാണെങ്കിൽ വെളുക്കും, ഇത് തേച്ചാണെങ്കിൽ സ്കിന്ന് ബ്രൈറ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരതെല്ലാം തേക്കുന്ന വീഡിയോയും എടുത്ത് കാണിക്കും. എല്ലാം പ്രൊമോഷന്റെ ഭാഗമായി ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ചിക്കിളി തടയുന്ന ഏർപ്പാടാണല്ലോ. അങ്ങനെ ഒരു കണ്ണി കണ്ട ക്രീമൊക്കെ വാരി തേച്ച് പ്രൊമോഷൻ ചെയ്ത് ലാസ്റ്റ് എന്തായെന്ന് അറിയോ, ഇവരുടെ സ്കിന്ന് ഡാമേജ് ആയി. അങ്ങനെ ഡാമേജ് ആയ സാഹചര്യത്തിൽ ഇവർ എന്ത് ചെയ്തു, Therefore I am എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടി. അത്യാവശ്യം പ്രീമിയം ക്ലിനിക്കാണത്. സെലിബ്രിറ്റീസ് ഒക്കെ ചികിത്സ തേടുന്ന ഒരു ക്ലിനിക്കാണ്. അവിടെ ചികിത്സിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഫണ്ട് ആവശ്യമാണ്. കല്യാണിനെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻസ് ചെയ്ത ഫണ്ട് കുറെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് കല്യാണം എന്താക്കുന്നത്, ഈ പറഞ്ഞ Therefore I am എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നത്. ഏകദേശം 8 മാസത്തോളം അവർ അവിടെ നിന്ന് ചികിത്സ നടത്തി. അത്യാവശ്യം നല്ല സംഖ്യ അവർക്ക് പൊട്ടുകയും ചെയ്തു. 1 ലക്ഷത്തിന് മുകളിൽ അവർക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചികിത്സ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയും ഒരുപാട് ഹ്യൂജ് ഫണ്ട് അത്യാവശ്യമാണ്. അതോടെ ഈ കല്യാണി ചേച്ചി എന്ത് ചെയ്തു, ഈ ക്ലിനിക്കിൽ ചെന്ന് നേരെ കൊളാബിന് അപേക്ഷിച്ചു. ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്തു തരാം, എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ചികിത്സ തരണം എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ക്ലിനിക്കുകാർ അതിന് സമ്മതിച്ചില്ല. അതോടെ കല്യാണം എന്ത് ചെയ്തു, മറ്റൊരു ക്ലിനിക്കിൽ പോയി അന്വേഷിച്ചു. ഞാൻ ഇന്ന ചികിത്സകൾ വേറൊരു ക്ലിനിക്കിൽ നടത്തുന്നുണ്ട്, അതിനെ തുടർ ചികിത്സ നിങ്ങൾക്ക് നടത്തി തരാൻ താല്പര്യമുണ്ടോ, നമുക്കൊരു കൊളാബ് പോലെ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഫ്രീ പ്രൊമോഷൻസ് ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ ക്ലിനിക്കാരാണെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ എങ്ങനെയെങ്കിലും Therefore I am എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ നിന്ന് ചികിത്സ അവസാനിപ്പിച്ചു. പുതിയ ക്ലിനിക്കിൽ നിന്നും ചികിത്സ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ചിന്തയിലായി കല്യാണി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കല്യാണം എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ദിവസം ആ ക്ലിനിക്കിലേക്ക് കയറി ചെന്നു. ആ ക്ലിനിക്കിൽ അതുവരെയുള്ള തന്റെ ബില്ലും അതുപോലെ തന്നെ ചികിത്സയുടെ ഡീറ്റെയിൽസും ആവശ്യപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, വേറെ ക്ലിനിക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. കാരണം അവർക്കത് കിട്ടിയാലല്ലേ തുടർന്ന് എന്ത് ചികിത്സ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം കല്യാണം ഇത് വന്ന് ചോദിച്ചപ്പോൾ ഈ ക്ലിനിക്കാരെന്തായി, അത് കൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനിടയ്ക്ക് കല്യാണിയുടെ ഹസ്ബൻഡും ഈ ക്ലിനിക്കിലുള്ള ആൾക്കാരും തമ്മിൽ വൻ വഴക്കൊക്കെയായി. ഇവിടെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണി മെറ്റാ ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ആ ക്ലിനിക്കിലേക്ക് കയറി ചെന്നത്. എന്തിനാണ്, അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ വിഷ്വൽസ് പകർത്താൻ വേണ്ടിയിട്ട്. എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അവർ ആ ക്ലിനിക്കിലേക്ക് കയറി ചെന്നത് എന്നർത്ഥം. അങ്ങനെ കല്യാണിയുടെ ഹസ്ബൻഡും ക്ലിനിക്കിലെ സ്റ്റാഫും തമ്മിൽ സംസാരിക്കുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ ഈ പറയുന്ന മെറ്റാ ക്ലാസ് വഴി കല്യാണി പിടിച്ചെടുത്തു. അതൊക്കെ കല്യാണി കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കല്യാണി ക്ലിനിക്കിനെതിരെ ചില അലിഗേഷൻസും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ അലിഗേഷൻ എന്ന് പറയുന്നത്, ഇതുവരെ ചികിത്സിച്ചതിന്റെ ബില്ല് ചോദിച്ചപ്പോൾ അവർ കൃത്യമായ ബില്ല് തന്നില്ല. ഇനി തന്ന ബില്ല് തന്നെ പകുതി എമൗണ്ടിന്റെ ബില്ല് മാത്രമേ ഉള്ളൂ, ബാക്കി പകുതി എമൗണ്ടിന്റെ ബില്ല് അവർ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് കല്യാണിയുടെ ആദ്യത്തെ അലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അലിഗേഷൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ 8 മാസത്തോളം കല്യാണി അവിടെ പോയി ചികിത്സിച്ചല്ലോ, അതിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പക്ഷെ 8 മാസം അവിടെ ചികിത്സിച്ചിട്ടും തന്റെ സ്കിന്നിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കല്യാണി പറയുന്നത്. അത് കൂടാതെ അവിടുന്ന് എന്തോ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് കുറച്ചു കാലത്തേക്ക് മുഖം വീർക്കുകയും മുഖത്ത് ചുവന്ന പാടുകളും ഒക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി കല്യാണി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് കല്യാണിയുടെ മുഖത്ത് അത്തരത്തിലുള്ള പാടുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. വാട്ടെവർ ഇറ്റ് ഈസ്. ഇതാണ് കല്യാണി മുന്നോട്ട് വെച്ച രണ്ടാമത്തെ അലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത ഈ ക്ലിനിക്കിലെ കുറെ ബ്യൂട്ടി പ്രോഡക്ട്സ് തന്നിലേക്ക് ഡോക്ടറെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ അലിഗേഷൻ. ഇങ്ങനത്തെ കുറച്ച് അലിഗേഷൻസ് ഒക്കെ കല്യാണി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെല്ലാം മറുപടി ആയിട്ടാണ് ഡോക്ടർ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റാ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30-ാം തീയതി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവർ എപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സ്ആപ്പ് വഴിയും കൂടെ ഷെയർ ചെയ്യും, ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റാ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞ ബില്ല് എവിടെയാണ് അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം, ഈ മാസത്തോളത് ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30-ാം തീയതി 1-ാം തീയതി അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. കല്യാണി പറയുന്നത് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് എമൗണ്ടിന്റെ മാത്രം ബില്ല് Therefore I am കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഇമെയിലോട്ട് അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്.
And then we have sent a registered post to her saying that we have already given you all the bills. Despite that you still want all the bills, you let me know if there are specific dates that you're looking, or you're looking at the entire bills again. We can send it to you. That is the reply that we sent. She has not responded. And then the next, hard copy. No, hard copy is an internal property. Digital copy can be sent to all of them in a registered post. ഓക്കെ, ഇതാണ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കല്യാണിയുടെ അലിഗേഷന് ഡോക്ടറിന് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്. കൃത്യമായ ബില്ല് ഓരോ തവണ ഇവർ ചികിത്സയ്ക്ക് വരുമ്പോഴും അവരുടെ കൈവശം ഹാർഡ് കോപ്പി ആയിട്ട് കൊടുക്കാറുണ്ട്, അഥവാ പേപ്പർ കോപ്പി ആയിട്ട് കൊടുക്കാറുണ്ട് എന്നതാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അവർ ഡിജിറ്റൽ കോപ്പി വാട്സപ്പിൽ ആവശ്യപ്പെട്ട സമയത്ത് അവരുടെ ഇമെയിൽ ഐ ഡി ചോദിച്ചുകൊണ്ട് തിരിച്ച് മറുപടി കൊടുത്തപ്പോൾ അവരതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് തോന്നില്ല ഒരു ക്ലിനിക്കും ഇങ്ങനെ ബില്ലിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ട്. അങ്ങനെ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ വരുന്നേ പൂട്ടി പോയിട്ടുണ്ടാകും. എന്തായാലും സംഭവം കേസായല്ലോ, കോടതിയിൽ കേസ് നടക്കട്ടെ. കോടതിന്റെ ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാലോ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റുന്നുള്ളത്. നമുക്ക് എന്തായാലും അത് കോടതിക്ക് വിടാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാൺ ഈ ക്ലിനിക്കിൽ കൊളാബ് ചോദിച്ച് ചെന്ന സമയത്ത് ഈ ക്ലിനിക്കുകാർ അത് നിഷേധിച്ചു എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കല്യാണി വിശദീകരണ വീഡിയോ ചെയ്ത സമയത്ത് കല്യാണി ക്ലിനിക്കുകാരെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് കൊളാബ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിന്റെ CCTV ഫുട്ടേജ് പുറത്തു വിടണമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും കല്യാണിയുടെ ഈ വെല്ലുവിളിക്കുള്ള മറുപടി ഡോക്ടർ നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് അഗൈൻ കൊലാബറേഷൻ, അതായത് നിങ്ങൾ CCTV ഫോട്ടേജ് കാണിച്ച് തെളിയിക്കണം, അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കല്യാണി പറയുന്നത്. പുള്ളിക്കാരത്തി CCTV ഫോട്ടേജ്, അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. എന്നാ പിന്നെ എന്തെങ്കിലും ക്ലിനിക്കിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണേ, അതുകൊണ്ട് പറയും മോശം പാട്ടുണ്ടായിട്ടോ. ദി ഹോൾ പോയിന്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയ തന്നെ ഓൺലി ബിക്കോസ് ഷീസ് ആസ്ക്ഡ് മീ കൊലാബ്. നൗ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ ഡ്രസ്സിന്റെ എല്ലാ ക്ലൈൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ, ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസ് ആണ് CCTV ഉള്ളത്. ഓക്കെ, ആ പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരിക്കലും ഒരു ഡോക്ടറുടെയും കൺസൾട്ടേഷൻ റൂമിലോ പ്രൊസീജിയർ റൂമിലോ CCTV ഉണ്ടാവത്തില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പല വിധത്തിലുള്ള രോഗികൾ ക്ലിനിക്കിൽ വരും. ചിലപ്പോൾ പ്രൈവറ്റ് പാർട്സിൽ പ്രശ്നമുള്ള രോഗികളൊക്കെ ക്ലിനിക്കിൽ വരും. അവർക്കൊക്കെ ചിലപ്പോൾ ഡോക്ടറിന് പ്രൈവറ്റ് പാർട്സ് കാണിച്ചു കൊടുക്കേണ്ടി വരും. അത്തരം സ്ഥലങ്ങളിൽ CCTV ഫുട്ടേജ് വെച്ചുള്ള അവസ്ഥ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് പ്രൊസീജിയർ റൂമിലും കൺസൾട്ടേഷൻ റൂമിലും CCTV ഫുട്ടേജ് ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ടാണ് കല്യാണി കൊളാബിന് ആവശ്യപ്പെട്ടത് എന്നാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊളാബ് ചോദിച്ചതിന്റെ CCTV ഫുട്ടേജ് ഒരിക്കലും പുറത്തുവിടാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടറുടെ ന്യായം എന്ന് പറയുന്നത്, ഡോക്ടറുടെ വിശദീകരണം എന്ന് പറയുന്നത്. തികച്ചും ന്യായപരമായിട്ടുള്ള മറുപടി തന്നെയാണത്. ഇവിടെ നേരെ മറിച്ച് കല്യാണി റിസപ്ഷനിൽ പോയിട്ടാണ് കൊളാബ് ചോദിച്ചതെങ്കിൽ അതിന്റെ CCTV ഫുട്ടേജ് പുറത്തുവിടാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. കൺസൾട്ടേഷൻ റൂമിൽ പോയിട്ടല്ലേ കൊളാബ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ CCTV ഫുട്ടേജ് പുറത്തുവിടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ഈ ക്ലൈൻസ് വന്ന് ഓരോന്ന് കാണിക്കുന്നത് റൂമിൽ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദാറ്റ് ഫുട്ടേജ്. ശരി, അതിന്റെ അടുക്ക് അത് നടന്നു. അതായത് ഇവര് കൊളാബ് ചോദിച്ചുകൊണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ പോയ സമയത്ത് കല്യാണിയുടെ ഹസ്ബൻഡ് മെറ്റാ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു പോലും. എന്നിട്ട് കൊളാബ് ചോദിക്കുന്നതിന്റെ ഫുട്ടേജ് മൊത്തം ഹസ്ബൻഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോലും. ഇതിനൊക്കെ എന്താ മറുപടി പറയാ അല്ലേ? അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അതന്നെ. ഈ കൊളാബ് ചോദിക്കാൻ ചെല്ലുമ്പോഴും ബില്ല് ചോദിക്കാൻ ചെല്ലുമ്പോഴും എല്ലാം ഇവര് കൃത്യമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഒരു തെളിവിന് വേണ്ടി ഇവര് ക്യാമറയും ഓൺ ആക്കിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ ചീപ്പ് പരിപാടിയല്ലേ? നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കും ക്ലിനിക്കിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ആരെങ്കിലും ഇതേപോലെ ചെയ്യാറുണ്ടോ? ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടാണ് ക്ലിനിക്കിലേക്ക് ചെല്ലാറ്. ഇവര് മാത്രം എന്താ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരുമാതിരി ചീപ്പ് വ്ളോഗേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ക്ലിനിക്കിൽ ചെന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കണം, അത് വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൊലിപ്പിക്കണം എന്ന ചിന്ത മാത്രമേ കല്യാണിക്കുള്ളൂ എന്ന് തോന്നുന്നു. വളരെ മോശമാണ് ഇതെല്ലാം, പറയാതെ വയ്യ. ബാക്കി കേട്ടോ എന്തായാലും ഫുട്ടേജ് അതിനുണ്ടായിരിക്കണം. ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്, മെറ്റാ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫുട്ടേജ് ഉണ്ടാവേണ്ടതാണത്. കാര്യം ഞങ്ങളുടെ ഫുട്ടേജിൽ അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കാൻ ചെയ്യുന്നുണ്ട്. ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ പ്രൊസീജിയർ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരെടുത്ത് ചോദിച്ചു പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ ക്ലിനിക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരൂ, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് അവിടെ തരണം എന്ന് പറഞ്ഞത്. ഇനി വേറൊരു വശം കൂടി പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഓക്കെ, ഇവിടെ ജീവലക്ഷ്മി എന്നുള്ളത് കല്യാണിയുടെ റിയൽ നെയിം ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ ജീവലക്ഷ്മി എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കല്യാണം എന്നുള്ളത് ചിലപ്പോൾ നിക് നെയിമോ വല്ലതും ആയിരിക്കും. ഞാനും തെറ്റിദ്ധരിക്കേണ്ട. ബാക്കി കേട്ടോക്കാം. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more qualified doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവരെ കൊണ്ട് പറ്റാവുന്നത് അവർ
ഓക്കെ, അപ്പൊ ഇവിടെ കല്യാണി പുതുതായിട്ട് ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്ന ക്ലിനിക്ക്, കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലിനിക്ക് എന്ന് പറയുന്നത് അൺഎത്തിക്കൽ പ്രാക്ടീസസ് എല്ലാം നടത്തുന്ന ഒരു ക്ലിനിക്ക് ആണെന്നാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. അവർ കൊറിയൻ ഗ്ലൂട്ടാത്തൈൻ അടക്കം രോഗിക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെ, വലിയൊരു അലിഗേഷൻ ആണ്. പിന്നെ ഒരു ക്ലിനിക്കിലെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്ലിനിക്കിലെ ഡോക്ടറെ തീരെ പിടിക്കൂലല്ലോ. അതിപ്പോ ഏത് മേഖലയാണെങ്കിലും അങ്ങനെയാണല്ലോ. സ്വന്തം ക്ലിനിക്ക് അടിപൊളി, അപ്പുറത്തുള്ള ക്ലിനിക്ക് മോശം എന്നുള്ള രീതിയിലല്ല ആരും സംസാരിക്കത്തുള്ളൂ. ഇതിനെയും ആ ഒരു ഈഗോ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ കല്യാണി ചികിത്സ തേടാൻ പോകുന്ന ക്ലിനിക്ക് അടിപൊളിയാണെന്ന് ഇവർ പറയൂലല്ലോ. അത് ഇവരുടെ ബിസിനസിനെ അൾട്ടിമേറ്റ്ലി ബാധിക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. എന്നാലും ഇതിനിടയ്ക്ക് കല്യാണിയുടെ ഭർത്താവ് ഇവരുടെ ക്ലിനിക്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ CCTV ഫുട്ടേജ് ഒക്കെ ഇവര് പുറത്തു വിടുന്നുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പോലീസ് അവിടെ വന്ന് അവരോട് സംസാരിക്കുന്നതൊക്കെ. ഈ പോലീസ് ഡോക്ടർ വിളിച്ച് പറഞ്ഞത് കാരണം വന്ന പോലീസ് ആണെന്നാണ് ഡോക്ടറുടെ വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും ഇനി ഇതിനെല്ലാം ശേഷം കല്യാണി തന്നെ വിശദീകരണ വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? പാരമ്പര്യമായി തന്നെ മുഖത്തൊരു പാടുണ്ട്, തന്റെ അച്ഛനുമായി തനിക്ക് കിട്ടിയ പാടാണ്. ആ പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് താൻ ക്ലിനിക്കിന് ചികിത്സയ്ക്ക് പോയത് എന്നുള്ള രീതി. പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഡോക്ടറുടെ വിശദീകരണം. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ബില്ലാണ് ഫസ്റ്റ് കൺസേൺ. ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാരത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡ് പറയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പം ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ തല ഇങ്ങനെ പതുക്കെ കാട്ടിയാലോ. പിന്നെ ഞങ്ങൾ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ ഈ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ് ഡോക്ടർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഇവർക്ക് ജന്മന കിട്ടിയ മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ടല്ല ഇവർ ക്ലിനിക്കിൽ വന്നത്. പിന്നെന്താണ്? ഇവർ ഓരോ ക്രീമുകൾ യൂസ് ചെയ്ത് മുഖത്ത് ഓരോ പാടുകൾ വരുത്തി വെച്ചിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കിലേക്ക് വന്നത് എന്നാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരിക്കലും സംസാരിച്ചതാണ്. ഒരു പക്ഷേ കല്യാണി പറയുന്ന പോലെ കല്യാണിക്ക് ചെറിയ രീതിയിലുള്ള പാടുകൾ മുഖത്ത് ഉണ്ടാകും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കണ്ട് ക്രീമുകളൊക്കെ വാരി തേച്ചപ്പോൾ ഈ പാടുകളൊക്കെ അങ്ങോട്ട് എൻഹാൻസ് ആയി കാണും. അപ്പൊ അതിന്റെ റിയാക്ഷൻസ് ആയിരിക്കും ഡോക്ടർ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ രണ്ടാളഭാഗത്തൊന്നും ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റൂല. അല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ കണ്ട് ക്രീമുകളൊക്കെ വാരി തേക്കുമ്പോൾ കല്യാണി ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കല്യാണി ഈ ക്ലിനിക്കിനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തനിക്ക് മാത്രമല്ല ഈ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്ന മറ്റു പലർക്കും ഈ ക്ലിനിക്കിന്റെ ആൾക്കാർ ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ആരോപണം. അവരെല്ലാവരും തനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നും കല്യാണി പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ഡോക്ടർ നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് ആദ്യത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് therefore I am എനിക്കും ബില്ല് തന്നിട്ടില്ല. Your other clients told her that they have not given the bill. Why can't she just reveal their name then? Why don't she just put out the name? I'd like to know. ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ല് തരാതെ നമുക്ക് GST ക്ലെയിം ചെയ്യോ? Where is that? Hello? That's correct, yeah. അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? Why don't they just write to the income tax then? Let people come here and check. ഇതുപോലെയാണോ therefore I am ക്ലിനിക് ആണെന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോയുടെ താഴത്ത് ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കമന്റ് ചെയ്യിപ്പിച്ച പോലെ ഞങ്ങളുടെ ക്ലയൻസ് ജീവലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ക്ലയൻസ് എനിക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഐ ലൈക്ക് ടു നോ. ഐ വുഡ് ഡെഫിനറ്റ്ലി വുഡ് ലൈക്ക് ടു നോ. 3000 ക്ലയൻസോടെ ഞങ്ങൾ ഒരു മാസം കാണും. ആ 3000 ക്ലയൻസിന് ഞങ്ങൾ ബില്ല് കൊടുക്കാൻ നടക്കുക. How will a business run? How can we establish ourselves as a very ethical group then? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാഷിന് പേയ്മെന്റ് നടത്താം. ഇത് നടത്താം. There is not a single cash payment that is happening here. Everything is documented, everything is accounted. We give people hard copies when they leave that minute. Sometimes they request a digital copy. We send it in the WhatsApp and അത് GST നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇവർ ഞങ്ങൾ പകുതി പൈസ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അവർ തന്നിരിക്കുന്ന എല്ലാ പൈസയും GST നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ. Like I said, I am ready to prove everything on the court. ഓക്കെ, ഇതാണ് ഡോക്ടറുടെ വേർഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും കല്യാണിയുടെ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഡോക്ടർ സംസാരിക്കുന്നത്. അല്ലേ? ഇനിയിപ്പോ അവിടെ കല്യാണി പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കല്യാണി പുറത്ത് കൊണ്ടുപോകാം. അവരുടെ മെസ്സേജുകൾ പുറമേ കാണിക്കും. അതാകുമ്പോൾ കല്യാണി പറഞ്ഞ് ജെന്യൂൻ ആണെന്ന് തെളിയിക്കാലോ. അതെന്തായാലും കല്യാണി ചെയ്യത്തില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവർ കൊളാബ് ചോദിക്കാൻ വന്ന ദിവസത്തിലെ ചില സംഭവ വികാസങ്ങൾ കൂടി ഡോക്ടർ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കേട്ടോക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഫുട്ടേജ് അയച്ചിരുന്നില്ലേ? അതുപോലെ എവിഡൻസ് 30-ാം തീയതി എന്നെ വന്ന് കണ്ടു. 30-ാം തീയതി മെറ്റാ ഗ്ലാസിൽ ഷൂട്ട് ചെയ്തത് ആളുടെ ഭർത്താവാണ്, ദി ഇൻസ്പെക്ടർ ഭർത്താവാണ്. അപ്പോഴാണ് ഗ്ലാസ് ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് യു ആർ ഷൂട്ടിംഗ് അറ്റ് നോട്ട്, അത് ശരിയല്ല, നിങ്ങൾ ഈ പ്രൈവസി എന്താ പറയുക പോളിസിനൊക്കെ മാനിക്കണം. നിങ്ങൾ അത് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ഗ്ലാസ് ഊരിയ സമയത്ത് ഗ്ലാസ് കൃത്യമായിട്ട് എന്റെ ചെസ്റ്റിലോട്ടായിരുന്നു. അത് കണ്ണിന് ഊരിമാർ കൈ പിടിക്കുന്നത് ചെസ്റ്റിലോട്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്റെ ഷർട്ട് ട്രാൻസ്പെറന്റ് ആണ്, ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോഴാണ് മുമ്പ് കൈയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് നാക്ക് പുറത്തിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ കാണിച്ചതാണ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് സംഭവിച്ചത് 30-ാം തീയതി. ആ ഫുട്ടേജ് അവിടെ അവർക്ക് റിലീസ് ചെയ്യാൻ പറയും. എന്തൊക്കെയാണല്ലോ അവിടെ നടക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ഫുട്ടേജ് അവരുടെ കൈവശം ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അവരത് റിലീസ് ചെയ്യത്തില്ല. കാരണം അത് റിലീസ് ചെയ്താണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് അവരെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരത് റിലീസ് ചെയ്യത്തില്ല. അത് വേറെ കാര്യം. ഈ ഡോക്ടർ പറഞ്ഞതുപോലെ സംഭവിച്ചാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട്
ഇവരെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനോട് വരും അവിടെ സംസാരിക്കാൻ ഇവരെ ക്ലിനിക്കിൽ നിന്ന് ഇറക്കി. അതിന്റെ ഫുട്ടേജ് ഐ വാണ്ട് ടു സെൻഡ് യു ആദർശ്. അപ്പൊ അത് ഇറക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കെയിം ബാക്ക്. ഇവരില്ലേ ഈ പുറത്ത് ഞങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ CCTV കിട്ടിയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഓരോ സ്വകാര്യങ്ങൾ ഇവർ വരുന്ന പറയുന്നതെല്ലാം CCTV ഫുട്ടേജ് ഞങ്ങളിലുണ്ട്. ഓക്കെ, അതൊക്കെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ബേസിക്കലി ടൈം ലൈൻ എവിഡൻസ് അല്ലേ ഇപ്പൊ വേണ്ടുള്ളൂ. ഇത്രയും ഒരു ആര് കത്തിച്ച് ഒരു പബ്ലിക്കിൽ ഞങ്ങൾ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് ഹാസ് ടു ബി ഗിവൻ ഇൻ ഷോർട്ട് ഫോർമാറ്റ്. ദാറ്റ് ഇസ് ഇറ്റ്. അതിന് 30-ാം തീയതി ഞാൻ പോയതിന്റെ എവിഡൻസ് യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഞാൻ ദുബായിലായിരുന്നു എവിഡൻസ് ഓൾസോ യു ഹാവ് ഇറ്റ്. 1-ാം തീയതി ഉച്ചയ്ക്ക് കോൺസ്റ്റബിൾ പോലീസ് ഓഫീസേഴ്സ് ക്ലിനിക്കിലോട്ട് വരുന്നതും അതിന്റെ എവിഡൻസ് ഓൾസോ യു ഹാവ് റൈറ്റ് നൗ. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺസ്റ്റബിൾ ഞാനല്ലേ വിളിച്ച് വരുത്തിയാലേ വരും? അവർ തന്നെ കോൺസ്റ്റബിൾ പോലീസ് ഓഫീസറിനെ വിളിച്ച് വരുത്തി അവരെ തന്നെ എന്റെ ക്ലിനിക്കിൽ പുറത്താക്കോ? ഇല്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അപ്പൊ പോലീസുകാർ വന്ന് ഇവരെ കൊണ്ടുപോയ ഫുട്ടേജ് ഉണ്ട്. പോലീസുകാർ പോയതിനു ശേഷം ഒരു കുറച്ച് മിനിറ്റ് പോലീസുകാർ പോയി എന്നവർ ഉറപ്പിച്ച ശേഷം വന്ന് കഴിഞ്ഞിട്ടുള്ള കല്യാണി മെറ്റാ ക്ലാസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ബാക്കിയെല്ലാം. അപ്പൊ വളരെ സൗമ്യമായിട്ട് ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾ ലീഗലി പോയിക്കോളൂ എന്ന് പറയുന്നത്. ആ ലീഗലി പോയിക്കോളൂ എന്ന് പറയാനുള്ള കാര്യം അതിനൊരു 10 മിനിറ്റ് മുന്നേ പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റേഷനോട് കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തു എന്നതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഡോക്ടർ പറഞ്ഞോണ്ടിരിക്കുന്നത് ലീഗലി മൂവ് അതിന്റെ അർത്ഥം അവർ കൊണ്ട് കേസ് കൊടുത്തു എന്നല്ല. ഓക്കെ, ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇതിപ്പോ എങ്ങനെ പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? അതായത് കല്യാണി തന്നെ വിശദീകരണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളാണ് ഈ ക്ലിനിക്കിനെതിരെ ആദ്യം കൊണ്ടുപോയി കേസ് കൊടുത്തതെന്നുള്ളത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഡോക്ടർ നൽകിയത്. ഇപ്പൊ നേരത്തെ കാണിച്ച CCTV ഫുട്ടേജ് നിങ്ങൾ കണ്ടല്ലോ. അതിൽ പോലീസുകാർ ക്ലിനിക്കിൽ വന്ന് കല്യാണിയോട് ഭർത്താവിനോട് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. അത് ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസ് അങ്ങോട്ട് വന്നത് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അതിനെ തന്നെ മനസ്സിലാക്കാമല്ലോ, ക്ലിനിക്കാരാണ് ആദ്യം കല്യാണിക്കെതിരെ കേസ് കൊടുത്തതെന്നുള്ളത്. എന്തായാലും ഇതോടുകൂടി താനാണ് ആദ്യം ക്ലിനിക്കിനെതിരെ കേസ് കൊടുത്തതെന്നുള്ള കല്യാണിയുടെ വാദം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഡോക്ടർ പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോക്കാം. അവർ വന്ന് ക്ലിനിക്കിൽ റക്കസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം ഇപ്പോഴാണ്. ആ കുട്ടി വന്ന് എന്ത് പറയണോ എന്നുള്ളതല്ല. എനിക്കൊരു ഗവൺമെന്റ് ഒഫീഷ്യൽ വന്നിട്ട് ഇങ്ങനെ ക്ലിനിക്ക് വന്ന് എന്റെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഇതിന്റെ എൻറ്റയർ സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രോബ്ലം. ദാറ്റ് ഇസ് അൺആക്സെപ്റ്റബിൾ ഫോർ മീ. ജീവനലക്ഷ്മിക്ക് തന്നെ ബില്ല് കൊടുക്കാതോ? ബില്ല് വേണ്ട, അവർ കേസ് കൊടുത്ത് ഗവൺമെന്റ് ഞങ്ങൾ പിടിക്കാൻ വരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ബില്ല് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ റൈറ്റ്, വാട്ട് എവർ ബില്ല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 1000 വട്ടം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. എഗെയിൻ ആൻഡ് എഗെയിൻ. ഞാൻ വേറെ കാര്യം, ബില്ല് മാത്രമല്ല അഡ്വാൻസ് അമൗണ്ട്സിന്റെ റെസീപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. It's very transparent here. How will we do business across all cities if we cannot keep things transparent? That's basic. It's nonsense, seriously. Now, others, please, I hope you will. I know the fact that you're recording this and you're putting it out in public. A request is, enough and more evidences I have shared with you. Okay? Yes, now I would like to go to the court in full swing and then give my details there. Because we are a busy group. We have so many things in business to tackle. ഇവർ പറയുന്ന ഓരോ അലിഗേഷൻസിന് അവർ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഇതിന് എവിഡൻസ് നിങ്ങൾക്ക് തന്നോട്ടിട്ടുണ്ട്. And that's time consuming for us. Now I want to really go and full-fledged put this as a legal notice on her because she is lying. That is not right. അതേപോലെ തന്നെ ക്ലയൻസ് എന്തെങ്കിലും അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾക്കും ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് put it out. I would like to speak to that client. നിങ്ങൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലേ? കോർപ്പറേറ്റ് ഓഫീസിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ബില്ല് കിട്ടില്ല എന്നുള്ളതാണെങ്കിൽ I would like to know which is my client. ഇതൊക്കെയാണ് ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കല്യാണി തന്നെ വിശദീകരണ വീഡിയോയിൽ ഒരു അലിഗേഷനും കൂടി ഡോക്ടർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ഈ ഡോക്ടറുടെ ക്ലിനിക്കിൽ ചെന്ന സമയത്ത് എന്തൊരു പ്രൊസീജിയർ നടത്തിയപ്പോൾ തന്റെ സ്കിന്നിൽ ചുവന്ന പാടുകൾ വന്നു, തന്റെ സ്കിന്ന് വല്ലാണ്ട് തുടുത്തു എന്നുള്ള രീതിയിൽ അതിനുള്ള മറുപടി ഡോക്ടർ പറയുന്നുണ്ട്. നമ്മളെല്ലാം കേട്ടോക്കാം. ആണ് ഒറ്റ പ്രൊസീജിയർ അവർ കുറിച്ച് മോശം ചെയ്തിട്ടുള്ളൂ. ഒറ്റ പല കോസ്മെറ്റോളജി ക്ലിനിക്കുകളായിരുന്നെങ്കിലേ എന്തോരം പ്രൊസീജിയർ വെച്ചിട്ട് ഇവരെ മുതലാക്കുമായിരുന്നു. We have done just one procedure, which is a skin booster. കാരണം സ്കിന്നിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻറ്റയർ ഹൈഡ്രേഷൻസ് പോയതിനു ശേഷം ആ ബാരിയറെ പോയി ഒന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് വന്നേ. അത് പോയ സമയത്ത് ആ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാൻ വലിയൊരു ഘടകമാണ് ഹൈഡ്രോണിക് ആസിഡ് ബൂസ്റ്റേഴ്സ്. അത് മാത്രമേ ഞങ്ങൾ കുട്ടി മോശം ചെയ്തിട്ടുള്ളൂ. കാരണം ഈ കുട്ടി എന്താണോ നേരത്തെ ഈ ഒരു സ്റ്റിറോയിഡ് അബ്യൂസും ഈ ക്രീമുകളൊക്കെ നിർത്തുന്നു അന്നേ ഞങ്ങൾക്ക് നേരത്തെ പക്ഷേ വർക്ക് എന്ന് വെച്ചാൽ കല്യാണിയുടെ മുഖത്ത് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻ വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പിൽ. അപ്പൊ അത് അയച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം ഉപയോഗിക്കുന്നത് വല്ല ക്ലിനിക്കിന്റെ ഒരു ഇഞ്ചക്ഷൻ കാരണമുള്ള ചില റിയാക്ഷൻസ് എന്ന് പറയുന്നത് പ്രിക്ക് ചെയ്യുന്ന ആ പോയിന്റ് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മാതിരി ഒരു മൊസ്കിറ്റോ ബൈറ്റ് റിയാക്ഷൻസ് പോലെ എന്തെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ്ലി അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ മൊമെന്റസോൺ പോലത്തെ ഓയിൻമെന്റ്സ് ആണ്. 2-3 ദിവസം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക് ജെല്ലുകൾ കൊടുക്കും, ഇല്ലെങ്കിൽ ഫ്യൂസി ബാക്ട് പോലത്തെ ഓയിൻമെന്റുകൾ കൊടുക്കും. 3 ദിവസം മറ്റും ആ റിയാക്ഷൻ എന്താ പറയുക ഈ പറഞ്ഞ കാമർ ആയിരിക്കും. എക്സാക്ട്ലി ദ സെയിം പോയിന്റ് ദാറ്റ് ഐ ഹാവ് ബീൻ ടെല്ലിംഗ് ഹർ ഓൾസോ. വി കനോട്ട് ഡു എ ബിഗർ പ്രൊസീജിയർ ഓൺ ഹർ ഫേസ്. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് മുഖം തൊടുക്കുകയും വീർക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നോർമൽ ആവും. അതൊക്കെ നടക്കുന്ന സംഗതികളാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഈ ചുണ്ടിനൊക്കെ ചില ആളുകൾ സർജറി ചെയ്യാറുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുറച്ച് കാലത്തേക്ക് അവരുടെ ചുണ്ട് ഇങ്ങനെ തൊടുത്തിട്ടേക്ക് നിൽക്കുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നോർമൽ ആയിട്ട് വരും. അത് കാരണം നമുക്ക് ആ പ്രൊസീജിയർ തെറ്റിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ലോങ് ടേമിലേക്ക് ഈ പറഞ്ഞ തുടുപ്പും അതുപോലെ തന്നെ ചുവന്ന കളറും ഒക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ. ഇതിപ്പോ കല്യാണിന്റെ കേസിൽ അങ്ങനെ ഇല്ലല്ലോ. കുറച്ച് കാലത്തേക്ക് അത് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്തു. ഇപ്പൊ റീസെന്റ് കല്യാണിയുടെ വീഡിയോസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മുഖത്ത് കാണാൻ പറ്റൂല. അപ്പൊ പിന്നെ അത്തരം അലിഗേഷൻസ് ഒക്കെ ബേസ്ലെസ് അലിഗേഷൻസ് ആണെന്ന് പറയാതെ വയ്യ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കല്യാണി ഇവർക്കെതിരെ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം കല്യാണിയിലേക്ക് അടിച്ചേൽപ്പിച്ച് കുറെ പൈസ തട്ടി എന്നുള്ള രീതിയിൽ. അതിനുള്ള ഇവരുടെ മറുപടി ഒന്ന് കേട്ടോക്കാം.
ആൻഡ് വൺ മോർ തിങ് വാട്ട് ഷീ ഈസ് ക്ലെയിമിംഗ് ഇസ്, അതായത് അവിടെ ചെന്നപ്പം ദേഫോർ ആയമി ചെന്നപ്പത്തേന് കുറെ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്വന്തം പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് മൈ വേ ബൈ കല്യാണമായിട്ട് മേടിപ്പിച്ചെന്ന് അതിന്റെ ഒരു ക്ലിപ്പും ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അപ്പം കല്യാണി ചോദിക്കുകയും ചെയ്ത് ഇതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇതൊക്കെ വേണം കാരണം ഇതൊക്കെ സപ്ലിമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന്, നമ്മുടെ ഇവിടെ ക്ലിനിക്കിൽ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസർ അല്ലാതെ വേറെ ഒന്നും കൊടുക്കില്ല. അത് ദേർഫോർ ആയമയുടെ തന്നെ പ്രൊഡക്ട്സുകളാണ്. സപ്ലിമെന്റ്സും നമ്മുടെ തന്നെയാണ്. അപ്പൊ മേലെ മുഖത്ത് തേക്കാൻ കൊടുക്കുന്നത് ഒട്ടും പറയാത്തൊരു ഫേസ് വാഷ്, ഒരു ആസിഡ്സും എക്സ്ഫോളിയൻസും ഇല്ലാതെ സ്കിൻ സേഫ്റ്റി ഉള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫേസ് വാഷ്. രണ്ടാമത്തത് ഒരു മോയ്സ്ചറൈസർ. മൂന്നാമത് ഒരു സൺസ്ക്രീൻ. ഞങ്ങളും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പ്രൊഡക്റ്റ് വെച്ച് മാത്രം മതി ഒരാളുടെ സ്കിൻ നന്നാക്കാൻ. അത് കാലത്തിനനുസരിച്ചിട്ടുള്ള ഈ 10 സ്റ്റെപ്പ് സീറം ആംപ്യൂൾ ഒന്നും വേണ്ട. ഞങ്ങൾ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടി കുറെ എൻഡോഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി, പല പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്ന ഒരു കുട്ടി, എന്ത് ഫോർമുലേഷൻസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത സമയത്ത് ഞങ്ങളുടെ കൺട്രോൾഡ് എൻവയൺമെന്റിൽ ട്രീറ്റ്മെന്റ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ എല്ലാവർക്കും കൊടുക്കാം. ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഇനി സപ്ലിമെന്റ്സിന്റെ കേസ്. സപ്ലിമെന്റ്സ് ഗ്ലൂട്ടൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗ്ലൂട്ടൈനും കൊളാജിനും മാത്രമേ നമ്മുടെ നാച്ചുറൽ സപ്ലിമെന്റ്സ് ഉള്ളൂ. നമുക്ക് ആ ഗ്ലൂട്ടൈൻ കൊടുക്കുന്നത് വെച്ചാൽ ഷീ ഓൾറെഡി ഓൺ ഗ്ലൂട്ടൈൻ IV. ആ ഗ്ലൂട്ടൈൻ്റെ സപ്ലിമെന്റ്സ് നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുന്ന സ്കിന്നിന്റെ എൻഹാൻസ്മെന്റ്, സ്കിന്നിന്റെ റിപ്പയറിന് വേണ്ടി കൊടുക്കണ്ടേ? സ്കിൻ എങ്ങനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കാം? ഒരു ഡോക്ടർ ഒരു ക്രീമോ ഒരു പ്രൊസീജറോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള കാര്യം ശരിയാക്കി എടുക്കണം. അതല്ലേ? അപ്പൊ ഉള്ളിൽ നിന്നുള്ള സപ്ലിമെന്റ്സ് ഗ്ലൂട്ടൈൻ, മേലെ നിന്നുള്ള പ്രൊഡക്റ്റിന് ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഈ നടുവിലത്തെ പ്രോട്ടോകോൾ സ്കിന്നിന്റെ മേട്രിക്സ് നമ്മൾ മാറ്റണമെങ്കിൽ അതിന് സ്കിൻ സെൻസിറ്റീവ് ആയിരിക്കും. അതിന് ഗ്ലൂട്ടൈൻ ഇത്ര അധികം മാസം കഴിക്കുമ്പോൾ, ഒരു 3 മാസം 4 മാസത്തിൽ കഴിക്കുമ്പോൾ സ്കിന്റെ ഹൈഡ്രേഷൻ കപ്പാസിറ്റീസ് ബെറ്റർ ആവും. എന്തെങ്കിലും നമ്മൾ ആദ്യം പിടിച്ചിട്ട് സ്കിൻ ബൂസ്റ്റ് ഇൻജെക്ട് ചെയ്തിട്ടില്ല. ഒരു സഫീഷ്യന്റ് കാലം ഈ കുട്ടി ഗ്ലൂട്ടൈൻ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇതാണ് ഡോക്ടറുടെ മറുപടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാം ബിസിനസ് ആണ്. ഇത്തരം ക്ലിനിക്കുകളിലേക്ക് നമ്മൾ ചികിത്സയ്ക്ക് പോയി ചെല്ലുന്ന സമയത്ത് അവർ അവരുടെ പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് തരാൻ ശ്രമിക്കത്തുള്ളൂ. അതുവഴി അവർ ബിസിനസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുവഴി അവർ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. ഒന്നും വേണ്ട, നിങ്ങളിപ്പോൾ ചില ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ ചില മരുന്നുകൾ എഴുതും അല്ലേ? അത് അവർ പറയുന്ന മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ലോകത്ത് വേറെ എവിടെ പോയാലും അത് കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് ഈ മെഡിക്കൽ ഷോപ്പാരും ഡോക്ടർമാരും തമ്മിലൊരു ടൈപ്പാണ്. അവർക്ക് അവിടുന്ന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾ ഇത്തരം ക്ലിനിക്കുകളിലേക്ക് പോകുന്ന സമയത്ത് അവർ അവരുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. അതുവഴി അവർ ബിസിനസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കും. അത് അറിഞ്ഞും മനസ്സിലാക്കിയും ആക്സെപ്റ്റ് ചെയ്തും വേണം നിങ്ങൾ ഇത്തരം ക്ലിനിക്കുകളിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ. അല്ലാണ്ട് അതിനവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. വെറുതെ അല്ലല്ലോ അവർ തരുന്ന പ്രൊഡക്റ്റ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എഫക്ട് ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ അവർ ഏറ്റെടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവർ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിയേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചികിത്സയ്ക്ക് പോയിക്കോളൂ. അത്രേ ഉള്ളൂ. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. കല്യാണിയുടെ ആരോപണങ്ങൾക്കുള്ള ഡോക്ടറുടെ മറുപടി നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് ശരി? കല്യാണിയുടെ ഭാഗത്താണോ അതോ ഡോക്ടറുടെ ഭാഗത്താണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.